ഡെമോക്രാറ്റിക് പാർട്ടിയിലെ ഡെമോക്രാറ്റിക് പ്രോസസ്സ് എന്താണ് നടക്കുക എന്നത് സംബന്ധിച്ച് നമുക്കൊരു ധാരണയുണ്ടല്ലോ. സ്വാഭാവികമായിട്ടും എം എൽ എമാരായതുകൊണ്ട് അതിൻ്റെ ഒരു പ്രൊസീജിയറിൻ്റെ ഭാഗമായതുകൊണ്ട് അവിടെ ഇരിക്കാൻ പറ്റിയെന്ന് മാത്രം. മാധ്യമങ്ങളോട് പങ്കുവെക്കേണ്ട കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, ഇൻറ്റേർണൽ മാറ്ററാണ്. നമസ്കാരം. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതുമായി മുന്നോടിയായുള്ള കോൺഗ്രസ് എം എൽ എമാരുടെ നിയമസഭാ കക്ഷിയോഗം നിലവിലിപ്പോൾ ഇന്ദിരാ ഭവനിൽ നടക്കുകയാണ്. ഇന്ന് രാവിലെ 10:30 ഈയൊരു യോഗം ഇന്ദിരാ ഭവനിൽ ആരംഭിച്ചത്. ഈ യോഗത്തിൽ 63 എം എൽ എമാരുമായി AICC നിരീക്ഷകരായ മുകുൾ വാസ്നിക്കും അജയ് മാക്കനും കൂടിക്കാഴ്ച നിലവിലിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ 63 എം എൽ എമാർ നിലവിലിപ്പോൾ ഇന്ദിരാ ഭവനിലേക്ക് എത്തിച്ചേർന്നു കൊണ്ടിരിക്കുകയാണ്. എം എൽ എമാരെ ഒറ്റയ്ക്കും കാണുമെന്നാണ്. അതായത് എം എൽ എമാരുടെ മനസ്സിലിരിപ്പ് എന്താണ്, ആരാണ് മുഖ്യമന്ത്രി ആകേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഈ AICC നിരീക്ഷക സംഘം എം എൽ എമാരോട് അഭിപ്രായം ചോദിക്കും. ഒറ്റയ്ക്കായും അഭിപ്രായം ചോദിക്കും എന്നുള്ളതാണ് ഇതിൽ എടുത്ത് പറയേണ്ടത്. എം എൽ എമാരെ ഒറ്റയ്ക്ക് അതായത് കാണും. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരെയാണ് നിർദ്ദേശിക്കുന്നത് എന്ന് ആരായുകയും ചെയ്യും. ഘടകകക്ഷി നേതാക്കളുമായും നാളെ ഇവർ ചർച്ച നടത്തുമെന്നുള്ള റിപ്പോർട്ടുകളും പുറത്ത് വരുന്നുണ്ട്. എന്തായാലും നിലവിലിപ്പോൾ എം എൽ എമാരുടെ ഒരു നീണ്ട ഒഴുക്കാണ് ഇന്ദിരാ ഭവനിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. എം എൽ എമാരുമായുള്ള കൂടിക്കാഴ്ചയിൽ സംസ്ഥാനത്തിൻ്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി കൂടി നിലവിലിപ്പോൾ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതേസമയം ദീപ യോഗത്തിൽ ഇരിക്കരുത് എന്ന ആവശ്യം VD സതീശനെ അനുകൂലിക്കുന്നവർ ഉന്നയിച്ചേക്കും എന്നുള്ള റിപ്പോർട്ടുകളും പുറത്ത് വരുന്നുണ്ട്. എം എൽ എമാർക്ക് സ്വതന്ത്രമായി നിലപാട് അറിയിക്കാൻ സംസ്ഥാനത്തിൻ്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി യോഗത്തിൽ ഇരിക്കാത്തതാണ് ഉചിതം എന്ന വാദവും ഉയർന്നു വരുന്നുണ്ട്. നിരീക്ഷകർ തിരികെ ഡൽഹിയിലെത്തിയ ശേഷം നടത്തുന്ന ചർച്ചകളിലാവും തീരുമാനം ഉരുത്തിരിയുക. എന്തായാലും ഇന്ന് തന്നെ മുഖ്യമന്ത്രി ആരാകും എന്നുള്ള തീരുമാനം അറിയുമെന്നുള്ള റിപ്പോർട്ടുകളും പുറത്ത് വരുന്നുണ്ട്. ഇവിടെ ഫലത്തിൽ എം എൽ എമാരുടെ അഭിപ്രായം പ്രധാന പരിഗണനയാകും എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അതുകൂടാതെ ഇന്നലെ രാത്രി തിരുവനന്തപുരത്തെത്തിയ നിരീക്ഷകർ പ്രവർത്തക സമിതി അംഗം AK ആന്റണി, MM ഹസൻ എന്നിവരുമായി കൂടിക്കാഴ്ചയും നടത്തിയിരുന്നു. ഘടകകക്ഷികളുടെയും AK ആന്റണി അടക്കമുള്ള മുതിർന്ന നേതാക്കളുടെയും നിലപാടും ചർച്ചകളിൽ നിർണായകമാണ്. എന്തായാലും ഇന്ന് തന്നെ മുഖ്യമന്ത്രി ആരാകും എന്നുള്ള തീരുമാനം അറിയുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏകദേശം 63 ML എമാരും നിലവിലിപ്പോൾ ഇന്ദിരാ ഭവനിനുള്ളിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ നിരീക്ഷക സംഘം, AICCയുടെ നിരീക്ഷക സംഘം ഇവരുമായി എന്താണ് അഭിപ്രായം, അതായത് ആരാണ് മുഖ്യമന്ത്രി എന്നുള്ള കാര്യം നിങ്ങൾക്ക്, അതായത് ഓരോരുത്തർക്കും ആരാകണം മുഖ്യമന്ത്രി എന്നുള്ള കാര്യം അഭിപ്രായം ആരായും ഒറ്റയ്ക്ക് അഭിപ്രായം ആരായും എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അന്തിമ തീരുമാനം എടുക്കുന്നതിന് മുൻപ് VD സതീശൻ, രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ എന്നിവരുമായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യും. ഇതിന് പിന്നാലെ ആയിരിക്കും മുഖ്യമന്ത്രി ആരാകും എന്നുള്ള കാര്യം കോൺഗ്രസ് നേതൃത്വം, ദേശീയ നേതൃത്വം പ്രഖ്യാപിക്കുക. തർക്കം ഉടലെടുത്താൽ സോണിയാഗാന്ധിയുടെ ഇടപെടലും ഉണ്ടാകുമെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഞായറാഴ്ചയോടെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാം എന്നുള്ള പ്രതീക്ഷയും പാർട്ടി പങ്കുവയ്ക്കുന്നുണ്ട്. ചിലപ്പോൾ ഇന്ന് പ്രഖ്യാപിച്ചേക്കാം, അല്ലെങ്കിൽ ഞായറാഴ്ചയോടുകൂടി മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. എന്തായാലും ഓരോ ML എമാരും 63 ML എമാരെ നിലവിലിപ്പോൾ അവരവരുടെ അഭിപ്രായം AICC നിരീക്ഷക സംഘത്തിന് മുൻപിൽ ആരാഞ്ഞ് കഴിഞ്ഞിരിക്കുകയാണ്. ഞാനൊരു പൊളിറ്റിക്കൽ സ്റ്റുഡൻ്റ് അല്ലേ, രാഷ്ട്രീയ വിദ്യാർത്ഥിയല്ലേ. രാജ്യത്തൊരു ഇലക്ഷൻ കഴിഞ്ഞാൽ ഒരു ഡെമോക്രാറ്റിക് പാർട്ടിയിലെ ഡെമോക്രാറ്റിക് പ്രോസസ്സ് എന്താണ് നടക്കുക എന്നത് സംബന്ധിച്ച് നമുക്കൊരു ധാരണയുണ്ടല്ലോ. ആ ഡെമോക്രാറ്റിക് പ്രോസസ്സിൻ്റെ ഭാഗമായിട്ടുള്ള CLP ലീഡറുടെ ഇലക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ സെലക്ഷൻ, അതിൻ്റെ ഒരു പ്രൊസീജിയർ നടന്നു വരുന്നു. ഞങ്ങളൊക്കെ അതിൻ്റെ സ്വാഭാവികമായിട്ടും ML എമാരായതുകൊണ്ട് അതിൻ്റെ ഒരു പ്രൊസീജിയറിൻ്റെ ഭാഗമായതുകൊണ്ട് അവിടെ ഇരിക്കാൻ പറ്റിയെന്ന് മാത്രം. നിങ്ങൾ എന്ത് സംസാരിച്ചു എന്നല്ല ചോദിക്കണം, പ്രോസസ്സ് എന്തായിരുന്നു എന്ന് പറഞ്ഞു. അല്ല, പ്രോസസ്സ് എന്ന് പറയുന്നത് എന്താണ്, പ്രോസസ്സ് അവിടെ നടക്കുന്നത്, അതിൽ ഇൻറ്റേർണൽ മാറ്ററാണ്. എനിക്ക് തോന്നുന്നു അതെല്ലാം മാധ്യമങ്ങളോട് പങ്കുവെക്കേണ്ട കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൽ ഇൻറ്റേർണൽ മാറ്ററാണ്. 1-to-1 കൂടിക്കാഴ്ച അല്ല, അവിടെ എല്ലാം അതെല്ലാം ഇൻറ്റേർണൽ മാറ്ററാണ്. അത് 1-to-1 ആണോ കൂടുതൽ, അതൊന്നും ഞാൻ നിങ്ങളോട് വെളിപ്പെടുത്തേണ്ട ആൾ ഞാനല്ല. അതെല്ലാം അവിടെ ഉള്ളിലെ പാർട്ടി ലീഡർഷിപ്പ് പറയട്ടെ കേട്ടോ. അപ്പോൾ പാർലമെന്ററി പാർട്ടി യോഗം കൂടി ഒരു പ്രമേയം പാസ്സാക്കുമെന്ന് പറഞ്ഞു. അല്ല, അത് സ്വാഭാവിക CLP ലീഡറെ സെലക്ട് ചെയ്യാനുള്ള ഒരു പ്രമേയം പാസ്സാക്കും, അത് മാത്രം. അതല്ല, വേറെ ഒന്നുമില്ല. അതിലൊന്നും അതൊക്കെ ഒരു യൂഷ്വൽ പ്രൊസീജിയറിൻ്റെ ഭാഗം മാത്രമാണ്.
വരും ദിവസങ്ങളിൽ, അതായത് ഇന്നോ ഞായറാഴ്ചയോടുകൂടിയോ മുഖ്യമന്ത്രി ആരാകും എന്നുള്ള കാര്യം AICC സംഘം, കോൺഗ്രസ് നേതൃത്വം പൊതുസമൂഹത്തിന് മുൻപിൽ വ്യക്തമാക്കുന്നതാണ്. നിലവിലിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ 63 MLA-മാരും എത്തിച്ചേർന്നിരിക്കുകയുമാണ്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.